കുറേ കാര്യങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ ഇന്ന ആൾ കയറാൻ പാടില്ല, അതൊക്കെ പോയി. പക്ഷെ ഇപ്പോൾ ഈ സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട്, ഭക്തി ഇങ്ങനെ ആയിരിക്കണം, മാംസം കഴിക്കണമല്ലോ, ഒന്നും അല്ല ഭക്തി എന്നുള്ളത്. ശിവരാത്രിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ രീതി കുറച്ച് നമുക്ക് എന്താ പറയുക, സീരിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല, ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. കുറേ ലാഗ്, എന്താ പറയുക, എന്തൊക്കെയോ സംതിങ്, അത്രേ ഉള്ളൂ. വേറെ ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസി ഫിലിമാണ്, സ്പിരിച്വൽ ഫിലിമാണ്. എത്തിസ്റ്റുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബോക്സ് ഓഫീസ് എനിക്ക് പറയാൻ പറ്റില്ല. മേജർ റോള് ശരിക്കും 1-3 ചെയ്യുന്ന നന്നായിരുന്നു. ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. റൊമാൻസ് സെഡിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ കുറച്ച് പ്രശ്നമുണ്ട്. ഒരു സ്പിരിച്വൽ ഫിലിം ആ രീതിയിൽ എടുത്താൽ കുഴപ്പമില്ല, അല്ലാതെ ലോജിക്കലായി അങ്ങനെ നോക്കി ശരിയാവില്ല. കാസ്റ്റിങ്ങിലെ നന്നായി തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു എൻ്റർടൈനറെക്കാട്ട് ഒരു സ്പിരിച്വൽ ആത്മീയ ഫിലിമായിട്ടാണ് കണക്കാക്കുന്നത്. ആ രീതിയിലൊരു മൂവിയാണ്, ആ രീതിയിലൊരു മിത്തോളജിക്കൽ ഫാൻറ്റസി പടമാണ്. ഇങ്ങനത്തെ പടം അധികം ഇറങ്ങിയിട്ടില്ല. ഇത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വിജയം വരുമെന്ന് അറിയില്ല. പക്ഷേ ആത്മീയത ആ രീതിയിലെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലോജിക്കലായിട്ട് ആ രീതിയിൽ നോക്കിയാൽ ഇഷ്ടപ്പെടില്ല. റിലീജിയസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എത്തിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല. നന്നായിട്ടുണ്ട്. ഇതിൽ റൊമാൻസ് സെന്റിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ ശരിയായിട്ടില്ല. നായിക റോള് 1-3 ചെയ്ത് നന്നായിട്ട് പോയാൽ ഇതൊരു ആത്മീയ പടമാണ്, ആ രീതിയിൽ എടുക്കണം, അല്ലാതെ ഒരു ഫാൻറ്റസി മിത്തോളജിക്കൽ ഫിലിം. കാസ്റ്റിംഗെല്ലാം എല്ലാവരും നന്നായിട്ടുണ്ട്. അങ്ങനെ ലാഗൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ ബോക്സ് ഓഫീസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആത്മീയ പടമാണ്. നമുക്ക് വിഷമമുണ്ടെന്ന് ഇതിന് പ്രവാസമുണ്ട്, മോഹൻലാലുണ്ട്. നമ്മളൊരു മോഹൻലാലിനെയൊക്കെ കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക് വരുന്നത്. തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മികച്ച ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പ്രവാസിനെ പോലുള്ളവരുടെയൊക്കെ ഡേറ്റ് കിട്ടുമ്പം അത്ര നല്ല സിനിമ എടുക്കണ്ടേ? ഇത് തിയേറ്ററിൽ ഇരുന്ന് കോമാളി വേഷം കിട്ടുന്ന ആൾക്കാരെല്ലാവരും തിയേറ്ററിൽ ഇരുന്ന ഒരാൾ പോലും മനസ്സിരുത്തി സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് പക്ക കണ്ണപ്പയല്ല, ഇത് വേറൊരു പേര് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിമില്ലേ, അതിന് ഇതിലും നിലവാരമുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത മോഹം എന്ന് പറയുന്ന ഓറഞ്ച് മീഡിയ കടമുണ്ട്, മോഹം എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം 18 ലക്ഷം ആൾക്കാർ കണ്ട ഷോർട്ട് ഫിലിം, അതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തെരുവോരെങ്കിലും നടക്കണേ. അത്രയും ഇത് കുടുംബാധിപത്യമാണ്. പുള്ളിയുടെ അപ്പനും പുള്ളിയുടെ കൊച്ചുമോനും കൂടെ വന്ന് അഭിനയിച്ചേക്കാണ്. ഈ നടൻ്റെ നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കി, ഈ നടൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ എക്സ്പ്രഷൻ. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കണത്? ഇത് ആരേത് ഫലിപ്പിക്കുകയാണ്? ഇങ്ങനെ ഇത്രയും വലിയൊരു പൊട്ട സിനിമയാണ് ഇത്, പൊട്ട സിനിമയാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ തുടരുമെന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഞാൻ റിവ്യൂ എടുത്ത ആളാണ്. ലാലേട്ടൻ്റെ ഒരു പക്ക ഫാനാണ് ഞാൻ. എല്ലാ സിനിമകളും ഇവിടെ ലാലേട്ടൻ്റെ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ ട്രോൾ വന്ന സമയത്തും ലാലേട്ടനെ ഉയർത്തി കാണിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് തുടർന്ന് കൊടുത്തു. അതിന് മുമ്പ് ഇറങ്ങി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് പോലും റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം അഭിനയിക്കാൻ പാടില്ലെന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ കാല് പിടിച്ചു പറയണം ലാലേട്ടനോട്, ഇത്തരം സിനിമകളിലൊന്നും ഇങ്ങനെ പോയി അഭിനയിക്കരുത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് റീയൂണിയൻ നടത്താറില്ല, ഇപ്പോഴൊക്കെ കോളേജിലൊക്കെ പണ്ട് പഠിച്ച്, ഇത് വാർദ്ധക്യത്തിൽ, അതായത് തീരാൻ പോകുന്ന കുറേ കഥാപാത്രങ്ങളെ, അവസാനിക്കാൻ പോകുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് റീയൂണിയൻ നടത്തിയ സിനിമയാണ് ഈ കണ്ണപ്പ. ശരിക്കും റീയൂണിയൻ ആണിത്. അവർ കോളേജ് മാറ്റിയിട്ട് ഇതൊരു സിനിമയാക്കി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാം. കോമൺ സെൻസും ബോധവും ഒക്കെ ഉള്ളത്. ഇനി ഭക്തി ഉള്ളവരാണ്, ഭക്തി ഇല്ലാത്തവരാണെങ്കിലും പടം ഇഷ്ടപ്പെടാൻ സാധ്യമില്ല. ഈ ട്രോൾ സെൻസിൽ പോയാൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാതെ നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൈബുള്ള തിയേറ്ററിൽ പോയിട്ട് അതേ വൈബുള്ള ആൾക്കാരൊക്കെ ആയിട്ടായിട്ട് ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളില്ലാത്ത തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അതിലും നേരം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലൊക്കെ ഇതുപോലത്തെ മറ്റേ സീരിയലൊക്കെ വരുന്നുണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നു ബാലഹനുമാൻ, മറ്റേ എന്താ അങ്ങനത്തെ സീരിയലൊക്കെ വരുന്നുണ്ട്. ആ ലെവലിലെ സാധനമാണ്. ഇച്ചിരി കൂടെ സിനിമ ആയതുകൊണ്ട് കുറച്ചുകൂടി ടെക്നോളജിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ലാലേട്ടൻ്റെ നല്ല ആ ഒരു സീനിൽ ലാലേട്ടനും പ്രഭാസാണ് എനിക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് തോന്നിയത്. ലാലേട്ടൻ്റെ സീനും കുഴപ്പമില്ല, നല്ല ബോറാക്കാതിരുന്ന രണ്ടുപേരും അവർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ നല്ല അടിപൊളിയായിട്ട് ബോറാക്കിയിട്ടുണ്ട്. ഭയങ്കര കോമഡിയാണ്. അതായത് പുള്ളി സീരിയസ് ആയിട്ട് കരയുമ്പോൾ പോലും നമുക്ക് ചിരി വരും. ഭയങ്കര സ്ലോയിൽ വരുമ്പോൾ ആ വാഴപ്പായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ബാക്കി ഉള്ളവരുടെ പ്രഭാസിൻ്റെ ശരി സ്ലോ മോഷനിൽ വരുമ്പോൾ, പക്ഷെ പല സ്ഥലത്തും ശിവനെ മൊത്തത്തിൽ ഞാനും പറഞ്ഞു, ശിവനെ ഞാൻ ഉദ്ദേശിച്ച ശിവൻ ഇങ്ങനെയല്ല. സത്യം നമുക്ക് എന്താ പറയുക, ഗിവേഴ്സ് പുണ്യാളനെ നമ്മൾ ചെറുതിലെ മുതൽ കാണണം അല്ലേ. ആ പുണ്യാളനെ നമ്മൾ ഇന്ന കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ടോവിനൊക്കെ വെച്ച് ഗിവേഴ്സ് പുണ്യാളനെ വെച്ച് മൈൻഡിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ വരെ എനിക്കറിയാം. ഞാനങ്ങനെ കാണാം. ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ ഗിവേഴ്സ് പുണ്യാളിന് ഇങ്ങനെ വന്നാൽ നല്ല രസം ഉണ്ടാവില്ലേ എന്നൊക്കെ ചിന്തിക്കുക. എന്ന് പറഞ്ഞ പോലെ ശിവനും അങ്ങനെ രൂപം എനിക്കുണ്ട്. കാളിക്കും എൻ്റേതായിട്ടുള്ള രൂപമുണ്ട്. ചില ഇത് എനിക്കിഷ്ടപ്പെടില്ല. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ശിവൻ ഇഷ്ടപ്പെടില്ല. ഓവർ എക്സ്പെക്ടേഷൻസ് ഞാൻ എക്സെപ്റ്റ് ചെയ്തില്ല.
ഞാൻ അങ്ങനെ ഒരു പടവും ഇന്നതായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് വരാറില്ല. ഒരു കാര്യവും ഞാൻ മുൻകൂറായിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് ചെയ്യാറില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളെന്ത് തീരുമാനിച്ചാലും ഇപ്പോൾ സിനിമ മാത്രമല്ല നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, നമ്മളിങ്ങനെ വേണം എന്ന് തീരുമാനിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വേറെ വഴിക്ക് വിടും. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാറില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ.